ഫ്രണ്ട്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ മന്ത്ലി നമുക്ക് ഏകദേശം നിങ്ങൾക്കൂടെ കാണാം 88,483 രൂപ നമുക്ക് മന്ത്ലി ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അതായത് ആനുവൽ CTC അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 10 ലാക്ക് വരെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി മാത്രമാണ്, ഒരുപാട് വേക്കൻസി ഒന്നുമില്ല. പക്ഷേ നല്ല പോസ്റ്റാണ്. നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ജോലി ലഭിക്കുമെന്നുള്ള ആ ഒരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതെല്ലാം നമ്മൾ പഠിക്കുകയും ചെയ്യാതെ വെറുതെ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എക്സാം ഫീ ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആദ്യം ഇതിലേക്ക് എലിജിബിൾ ആണോ നോക്കുക, എന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ സ്ക്രീനിലൂടെ കാണുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ തന്നെ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനം തന്നെയാണ്. നിങ്ങൾക്കറിയാലോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഈ പറയുന്ന വേക്കൻസി നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഓഗസ്റ്റ് 6-നാണ് അത് വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതുപോലെ നേവൽ എന്ന് പറയുന്ന ഈ 3 ഡിസിപ്ലിനിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്താണ് ഈ ഡിസിപ്ലിൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട, നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാൻ കാണിക്കാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് നിങ്ങൾക്ക് കാണാം 65% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് BA or BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BA or BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 65% മാർക്കോടുകൂടി BA or BTech കഴിഞ്ഞവർ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചറിൽ 65% മാർക്കോടുകൂടി BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏതൊക്കെ ഇക്വലൻസി വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം, അതായത് ഇക്വലൻ്റ് ആയിട്ടുള്ളവർക്ക് ഇത് തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഡിസിപ്ലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മെക്കാനിക്കൽ ആ ഒരു ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കലിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നേവൽ ആർക്കിടെക്ചറിലേക്ക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഡ്യുവൽ ഡിഗ്രി നേവൽ ആർക്കിടെക്ചർ ആൻഡ് BTech വിത്ത് MTech അങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എന്നുള്ളതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിലേക്ക് നിങ്ങൾക്ക് 65% മാർക്ക് നിങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനിൽ ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6 മുതൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 5 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട്. അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാം. മെക്കാനിക്കൽ ആണെങ്കിൽ 3 വേക്കൻസിയാണ് ടോട്ടൽ. ഇലക്ട്രിക്കൽ ആണെങ്കിൽ 3, അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ 2 വേക്കൻസി. ആകെ നമുക്ക് 8 വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് വേക്കൻസി മേ ബി ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക എന്നൊക്കെയുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട. വേക്കൻസിയുടെ എണ്ണം നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ല പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാത്തിലും ജനറൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ SC ST അല്ലെങ്കിൽ EWS ഇങ്ങനെയൊന്നും വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇവിടെ ഇല്ലെങ്കിൽ, റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് റിസർവ്ഡ് കാറ്റഗറിയിൽ വേക്കൻസി ഇല്ലെങ്കിൽ ഈ ജനറൽ വേക്കൻസിയിലേക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. നമുക്ക് ഇതിലേക്ക് ഇനീഷ്യലി നമുക്കൊരു 1 year ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് 50,000 per month ആണ് ലഭിക്കുക. സക്സസ്ഫുള്ളി നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കെയിലിലേക്കായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന ഈവൻ ഗ്രേഡിലേക്കാണ്. 40,000 ടു നിങ്ങൾക്ക് കാണാം 1,40,000 വരുന്നത്. പിന്നെ ഒട്ടനവധി HR അലവൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടലാണ് നമ്മൾ കണക്കൂട്ടി ഏകദേശം 88,483 രൂപയാണ് നമുക്ക് മന്ത്ലി നമുക്ക് കിട്ടുക റെമ്യൂണറേഷൻ ആയിട്ട് അല്ലെങ്കിൽ സാലറി ആയിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ CTC കണക്കാണെങ്കിൽ ഏകദേശം നിയർ നമുക്കൊരു 10 lakh അല്ലെങ്കിൽ എബോ ആയിട്ടൊക്കെ നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സാണ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ 27 ആണ് മാക്സിമം ഏജ് ലിമിറ്റ്. എന്നാൽ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം OBCക്ക് ഈ റിസർവ്ഡ് വേക്കൻസിയിലേക്ക്, അതുപോലെ തന്നെ SCക്ക് ഈ പറയുന്ന റിസർവ്ഡ് വേക്കൻസിയിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ SC ST OBC ഒക്കെ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ എന്തുണ്ടാവില്ല, ഏജ് റിലാക്സേഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ OBCക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്ന മനസ്സിലാക്കുക റിസർവ്ഡ് വാക്കൻസിലേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെത്തഡ് ഓഫ് സെലക്ഷൻ 2 ഫേസാണ് ഉണ്ടായിരിക്കുക. ഫേസ് 1 നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും, 60 മാർക്കിനാണ് വരിക. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ അവയർനെസ് 5 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 5, അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി 5, ദെൻ റീസണിങ് എബിലിറ്റി 5, പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ബേസ്ഡ്, അതായത് നിങ്ങളുടെ ഡിസിപ്ലിൻ ഏതാണോ, മെക്കാനിക്കലാണോ, ഇലക്ട്രിക്കലാണോ, ആർക്കിടെക്ചറാണോ, ഏതാണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അത് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫേസ് 2 ആണ്. ഫേസ് 2 മുൻപ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾ അതിൽ ലിസ്റ്റിൽ വന്നാൽ. അത് കഴിഞ്ഞ് ഫേസ് 2 ഉണ്ടായിരിക്കുക. ഫേസ് 2 നമുക്ക് വരുന്ന ഗ്രൂപ്പ് ഡിസ്കഷനും റൈറ്റിംഗ് സ്കിൽ ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ 40 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം നമുക്ക് 100 മാർക്കിനാണ് ഇതിൻ്റെ ഒരു സെലക്ഷനിൽ വരുന്നത്. അപ്പം ടോട്ടൽ അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫൈനലായിട്ട് നമുക്ക് എത്ര മാർക്ക് നേടിയതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫൈനൽ ലിസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫേസ് 1 ഒക്കെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കർണാടകയിലെ സെൻറ്റർ ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ ഓൺലൈൻ അപേക്ഷ ഇവിടുന്നൊക്കെ എത്ര വരുന്നു എന്നതിനൊക്കെ അനുസരിച്ച് മേ ബി സെൻറ്ററൊക്കെ എന്ത് ചെയ്യാം വേണമെങ്കിൽ മാറാമെന്നുള്ള പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ പാസ്വേഡ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കോപ്പി എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അതൊക്കെ എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതായത് SLC സർട്ടിഫിക്കറ്റ് മുതൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ SC/ST അല്ലെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ വെക്കണം. അത് നിങ്ങൾക്ക് റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾക്ക് വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി അപ്ലിക്കേഷൻ ഫീ വരുന്നത് നമുക്ക് 1000 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് ഫീ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫീ കൂടുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കുള്ള കോമ്പറ്റീഷൻ മീൻസ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു കോമ്പറ്റീഷൻ കുറയും ഓക്കെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. കാരണം 1000 രൂപ വരുന്നുണ്ട്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫ്രീ ആണ് കേട്ടോ. അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ മാക്സിമം അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റേത് ചിന്തിച്ചിട്ട് അപ്ലൈ ചെയ്യാം. 1000 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. നമുക്ക് ഏതെങ്കിലും ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങൾ കാണിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നാവെന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. നമ്മുടെ സൈറ്റ് തന്നെയാണ്. താഴോട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നാവ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ഇവിടെ വരിക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കാണാം ന്യൂ രജിസ്റ്റർ എന്നുള്ളത് കാണാം. ഇവിടെ രജിസ്റ്റർ ഹിയർ എന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൂടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ എന്തെങ്കിലും ആദ്യമായിട്ട് വന്നാണെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്നുള്ളത് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. പേജ് ലോഡായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും പിന്നെ മെയിൽ ID യും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും മൊബൈൽ നമ്പറും അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ക്യാപ്ച അടിച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യണം വേണ്ടത്. അപ്പം ഇതിൻ്റെതൊക്കെ നമ്മൾ ഏതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ആണെങ്കിലും നമ്മൾ കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ഇപ്പം ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഒന്നാമത് സമയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. നോട്ടിഫിക്കേഷൻ വീഡിയോസ് തന്നെ ചെയ്യാൻ നമുക്ക് സമയമില്ലാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുമ്പാട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്ത്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. അതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റയിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ അതിലൂടെ തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നാൽ മതി. ഇനി അതല്ല ഇതിൻ്റെ ഒരു 10, 20, 30ഓളം കമൻ്റ് ഒക്കെ വരികയാണെങ്കിൽ, കൂടുതൽ കമൻറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ കറക്റ്റായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിമാൻഡിനനുസരിച്ചിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.